ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ നമ്മുടെ പ്രീ മാർക്കറ്റ് സെഷൻ വീഡിയോ ഇല്ലായിരുന്നു, സോറി. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് നോക്കിയ ശേഷം നിഫ്റ്റിയിലേക്ക് പോകാം. സോ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും എന്താ നടക്കുന്നതെന്നുള്ള കാര്യം, ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന 36 പോയിൻറ്റ്സ് അപ്സൈഡിലാണ്. ബട്ട് നാസ്ഡാക്ക് ആൻഡ് S&P ക്ലോസിംഗ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ എല്ലാം നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അതാണല്ലോ പ്രധാനം. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഭയാനകമായ രീതിയിലുള്ള ഡൗൺ സൈഡ് നമുക്ക് ഇവിടെ കാണാം. 562 പോയിന്റ്സ് ഡൗൺ സൈഡാണ് ഗിഫ്റ്റ് നിഫ്റ്റി. സോ നിഫ്റ്റിയിൽ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. 500+ പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ നിഫ്റ്റിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് തന്നിരുന്ന ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്, മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു 3% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, 4% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് വാനിഷായി പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് മാർക്കറ്റിൽ ഇന്നുണ്ടാകാൻ പോകുന്നത്. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് 1543 പോയിന്റ്സ് ഡൗൺസ് ആണ്. സ്ട്രൈറ്റ് ടൈംസ്, ഹാങ്സങ്, തായ്വാൻ വെയിറ്റ് എല്ലാം, ഷാങ്ഹായ് കോമ്പോസിറ്റ് അടക്കമുള്ള ഏഷ്യൻ ഇൻഡെക്സുകളെല്ലാം സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ട്രേഡിംഗ് ഡേ ആയിരിക്കും ഇന്നും ഓവറോൾ വേൾഡ് മാർക്കറ്റിൽ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മോസ്റ്റ്ലി 800 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് എങ്കിലും തന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് തന്നെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത്യാവശ്യം കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു ഡേ ആയിട്ട് ഇന്ന് മാറുകയാണ്. എന്തായാലും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയിൽ മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സോൺസ് എന്ന് പറയുന്നത്, ഞാൻ മൈന്യൂട്ട് ലെവൽസ്, ഇൻട്രാഡേ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്യുന്നത് 23,240, 23,930 എന്നുള്ള റേഞ്ചിലേക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ, ഞാൻ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് 22,931 എന്ന് പറഞ്ഞ സോൺ ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ, ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 21,700 to 800 റേഞ്ച്, ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, 21,700 to 800 റേഞ്ച്, ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതായത് മോസ്റ്റ്ലി വീണ്ടും ഒരു 4 to 5% മൂവ്മെൻറ്റ് വന്നാൽ, താഴോട്ട് വന്നാൽ 21,749 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തും. അവിടെ നിന്നും ഒരു മോസ്റ്റ്ലി 4% മീൻസ് അവിടെ നിന്നൊരു 6% മൂവ്മെൻറ്റ് വന്നാൽ മാർക്കറ്റ് 20,000 റേഞ്ചിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ 20,000 എത്താനുള്ള അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും മാർക്കറ്റിൽ നടക്കാം. നമുക്ക് ഇന്ന കാര്യമേ മാർക്കറ്റിൽ നടക്കുകയുള്ളൂ എന്നൊന്നുമില്ലല്ലോ, എല്ലാ കാര്യവും മാർക്കറ്റിൽ പോസിബിലിറ്റി ഉള്ള കാര്യമാണ്. സോ നമ്മൾ മാർക്കറ്റിൽ കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ മാത്രം, വളരെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് മാത്രം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒരു 1 hour ചാർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇന്നലെ ഇവിടെ ശ്രമിച്ചത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനാണ്. ഇതൊരു നല്ല സോണായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് സെൻസിലേക്ക് പോവില്ല എന്ന് ഞാൻ പലവട്ടവും മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെയും 2 ദിവസം മുന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അപ്സൈഡ് പോകുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും അത് മനസ്സിലാവും. ഈ ഒരു ഏരിയ ഒരു സ്ട്രക്ചർ ബ്രേക്ക് മോസ്റ്റ്ലി തന്ന ശേഷം മാത്രമേ ഞാൻ ഒരു അപ്സൈഡ് മൊമെന്റത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റി തന്നെ സൂചിപ്പിക്കുന്നു. ഇവിടെ നിന്നൊരു ഡൗൺ സൈഡ് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇന്നൊരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയിരിക്കും വരിക. ഈ ഒരു 2 ഡിമാൻഡ് ഏരിയകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഞാൻ ഇൻട്രാഡേ ലെവൽസ് ഇന്ന് ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ബാക്കി ഡൗൺ സൈഡ് മൂവ്മെന്റ്സിൽ എങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ കണക്ക് കൂട്ടൽ ഉണ്ടാവുക എന്നുള്ളത്. സോ ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്ന അതേ വ്യൂ കണ്ടിന്യൂ ചെയ്യുക. 24,000 ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചറലി വന്ന് റീടെസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ബുള്ളിഷ് വ്യൂ മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതുവരേക്ക് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലി എനിക്ക് ഇന്നലെയൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ഒരു കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്തതിൻ്റെ പേരിൽ ഒമ്നിടെക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ട്രേഡ് എടുത്തിരിക്കുന്നത് ലെൻസ്കാർട്ടിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇന്നലെ ഒരു മോസ്റ്റ്ലി ട്രേഡ് ചെയ്ത സെറ്റപ്പിൻ്റെ അപ്സൈഡ് വരെ പോയിരുന്നു. അതിന് ശേഷം അവിടെ നിന്ന് കുറേ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, MRPL എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. ഇതുവരെയായിട്ടും ട്രേഡ് എടുത്തിട്ടില്ല. MRPL ഒരു നല്ലൊരു
സ്ട്രക്ചറിൽ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ എന്തായാലും മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് MRPയിലായിരിക്കും എൻ്റെ വൺ ഓഫ് ദ ഗുഡ് സെറ്റപ്സ്. ഞാൻ എടുക്കാൻ പോകുന്ന സെറ്റപ്സിൽ ഏറ്റവും നല്ലൊരു സെറ്റപ്സ് MRPയിലായിരിക്കും. MRPയിൽ ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ട് വിട്ട് കഴിഞ്ഞ ഒരു സ്റ്റോക്ക് ആയിരുന്നു. സോ MRPയിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ഫോക്കസിലുണ്ടാവുക. എന്തായാലും മാർക്കറ്റ് എങ്ങനെയാണെന്ന് പെർഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ നിൽക്കുന്നത്. ശേഷം ഞാൻ പ്രോഫിറ്റ് എടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് MV ഫോട്ടോ വോൾടെക് പവർ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിലുള്ള പലരും പ്രോഫിറ്റ് എടുത്ത ഒരു കമ്പനിയാണ് MV ഫോട്ടോ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കമ്പനികൾ അവസരം വെച്ച് ഞാൻ ഇൻഡിവിജ്വലി നല്ല കമ്പനികൾ തിരഞ്ഞെടുത്തെടുക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഇന്നും നല്ലൊരു അവസരം ഇതുപോലെ കമ്പനികളിൽ കിട്ടുമോ ഇല്ല എന്നുള്ളത്. എന്തായാലും ഇന്നലെ ഇതൊരു UC അടിച്ച സ്റ്റോക്കാണ്. ഞാൻ എടുത്തത് 190 റേഞ്ചിലും ഒരു ഇവിടെ ബ്രേക്ക് ചെയ്ത് ഈ സമയത്താണ് 27% മൂവ്മെൻറ്റ് അതിൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഞാൻ മാർക്കറ്റ് ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ചാനൽ ആക്റ്റീവ് ആകും. അതുവരെയൊക്കെ സ്ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. എന്തായാലും ജോയിൻ ചെയ്ത് എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ ചാനൽ ഇതിലെടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ എല്ലാവർക്കും കഴിയുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.